Good morning, all. This session we discussing about postural deformities, postural deformities, and the corrective measures. What is posture? Posture is a correct alignment of the body parts or body segments. Posture alignment, correct alignment and body segment, correct alignment is known as posture. Or in other words, the position in which a person holds his body upright against gravity while standing, sitting or lying down. ഒരു ഗ്രാവിറ്റിക്കെതിരെ നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതൊക്കെ കിടക്കുന്ന ആ അവസ്ഥയിൽ നമ്മുടെ ബോഡി കറക്റ്റ് അപ്രൈറ്റ് പൊസിഷനിൽ പിടിക്കാനുള്ള കപ്പാസിറ്റി പേഴ്സൺസിൻ്റെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എന്താ പറയുന്നത് പോസ്റ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് യു ക്യാൻ സേ കറക്റ്റ് അലൈൻമെന്റ് ഓഫ് ബോഡി പാർട്സ് ഓർ ബോഡി സെഗ്മെന്റ്സ്. ഇതിൽ കറക്റ്റ് ഒരു ബോഡി പോസ്റ്റർ ഈ റൈറ്റ് സൈഡിലുള്ള ആളാണ് കറക്റ്റ് ബോഡി പോസ്റ്റർ വരുന്നത്. ഇതിൽ ബാക്കിയൊക്കെ എന്താണ് പോസ്റ്ററൽ ഡിഫോമിറ്റീസ് ആണ്. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ കറക്റ്റ് വരുന്നുണ്ടല്ലേ ബോഡി പോസ്റ്റർ വരുന്നത് ഈ ഒരു ലൈന് ഇയർ ലോബിലൂടെ ഷോൾഡറിൻ്റെ സെൻറ്ററിലൂടെ ഈ എൽബോൻ്റെ എൽബോ കൈ കറക്റ്റ് പിടിക്കാൻ എൽബോൻ്റെ ഇതിലൂടെ ഹിപ്പിൻ്റെ സെൻറ്ററിലൂടെ പിന്നെ ഇതിൻ്റെ നീൻ്റെ ഏകദേശം ബാക്ക് സൈഡിലൂടെ പിന്നെ കാലിൻ്റെ സെൻറ്ററിലൂടെ വന്ന ആങ്കിളിൻ്റെ ഇതിലൂടെ പോകുന്ന ലൈന് പ്ലം ലൈൻ ഒരു ലൈൻ പ്ലം ലൈൻ. ഇപ്പോൾ ഒരു പ്ലം ലൈൻ എന്താ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്മൾ തേപ്പ് കട്ടങ്ങ് തൂക്കിയിടണം ആ ലൈന് കറക്റ്റ് വിട്ട് കഴിഞ്ഞാൽ ഈ ലൈനിനെ കറക്റ്റ് പോകുന്നത് ഇതിനാണ് കറക്റ്റ് ബോഡി പോസ്റ്റർ എന്ന് പറയുക, ഫുഡ് പോസ്റ്റർ. ഇത് വേറെ ഇതൊക്കെ ഓരോ സ്ലൈറ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ് ആണ്. നെക്ക് ഇതാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടെസ്റ്റിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഇത് പുതിയ ഒരു പോസ്റ്റർ ഡെഫോമിറ്റീസ് ആണ് നമ്മളിത് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ മൊബൈൽ കാലഘട്ടങ്ങളിൽ വരുന്ന ടെസ്റ്റിനൊക്കെ ഈ കഴുത്ത് നിന്ന് വരുന്ന ഒരു പ്രതിഭാസമാണ് ഫിനോമിനൽ. The good posture is a general understand as standing with the head balanced effortlessly above the spine. It is straight and vertical. Good posture is generally understood as standing with the head balanced effortlessly above the spine. നമ്മുടെ സ്പൈൻ്റെ മേലെ ഹെഡ് കറക്റ്റ് പിടിക്കുന്ന ഒരു അവസ്ഥയാണല്ലേ വിച്ച് ഈസ് സ്ട്രൈറ്റ് ആൻഡ് വെർട്ടിക്കൽ. അത് കുത്തനെ സ്ട്രൈറ്റ് ആയിട്ട് എക്സെപ്റ്റ് എന്താണ് എക്സെപ്റ്റ് ഫോർ സ്ലൈറ്റ് നാച്ചുറൽ കർവ്സ് ഇൻ ദ ലോവർ ബാക്ക് ആൻഡ് നെക്ക്. അതായത് സ്ലൈറ്റ് ആയിട്ട് നാച്ചുറൽ കർവ് ഉണ്ടാവും ഈ ലോവർ ബാക്ക് ആൻഡ് ലുംബാർ റീജിയാണ് ഈ 5 ബോണിൽ. ഇവിടെ എന്താ സ്ലൈറ്റ് ഉള്ളിലോട്ട് ഒരു കോൺകേവ് ഇതുണ്ടാവും, കോൺകേവായിട്ട് കർവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്ത് ഈ നെക്കിൽ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഈ തൊറാസിക്കിൽ കേജിൽ ചെറുതായിട്ട് സ്ലൈറ്റ് ആയിട്ട് കോൺവെക്സ് കർവ് ഉണ്ടായിരിക്കും. ഇത് ഉണ്ടായിരിക്കണം. ഈ 2 കർവും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇവിടെ കറക്റ്റ് ആണെങ്കിൽ സ്ട്രൈറ്റ് ആണെങ്കിൽ അത് ഡിഫോമിറ്റിയാണ്. ഇത് ഉണ്ടായിരിക്കണം. ഇത് ഏറെ വരുമ്പോഴാണ് ഓരോ ഇഷ്യൂസ് നമ്മൾ ഡിഫോമിറ്റി ഉണ്ടാകുന്നത്. അടുത്ത് നമുക്ക് ഡിഫോമിറ്റിയെ കുറിച്ച് പഠിക്കാം. പോസ്റ്ററൽ ഡിഫോമിറ്റീസ്. ഇത് നോർമൽ സ്പൈൻ ആണ് നേരത്തെ പറഞ്ഞ. ഇത് കൈപ്പോസിസ് പറഞ്ഞ ഡിഫോമിറ്റിയാണ് ഫസ്റ്റ് വൺ. നോർമൽ സ്പൈൻ ആണ്. നോർമൽ സ്പൈന് വരുന്നത് അല്ലേ ചെറുതായിട്ട് ഇത് കോൺവെക്സ് കർവ് ഉണ്ടാവും അല്ലേ. ഇത് കൈപ്പോസിസ് സ്പൈൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആയിരിക്കും. Kyphosis from the word kyphosis derived from Latin word Greek. Kyphos means hump. Hump means നമുക്കറിയാം ഉയർന്നു നിൽക്കുന്ന അവസ്ഥ ഹമ്പ്. ഈ ഏരിയ ഈ തൊറാസിക് ഏരിയയിൽ വരുന്ന ഹമ്പാണ്. Kyphosis is an exaggeration or increase in the amount of the normal convexity of thoracic region of spine. സ്പൈനിലെ thoracic region എന്ന് പറഞ്ഞാൽ തൊറാസിക് ഏജ് ഉണ്ട്. ഈ സെർവിക്കൽ ബോൺ കഴിഞ്ഞാൽ 7 സെർവിക്കൽ ബോൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 12 ബോണോളം ഇവിടെ വരും. ഈ ഭാഗം 12 ബോൺ ഇവിടെയാണ് നമ്മൾ ഈ തൊറാസിക് കേജ് നമ്മുടെ കൂടുണ്ടല്ലേ ഈ ഹാർട്ടൊക്കെ നിൽക്കുന്ന ഒരു കൂട്. റിബ്സൊക്കെ ഈ 12
തൊറാസിക് എല്ലിൽ നിന്നാണ് വരുന്നിട്ടാണ് ഇവിടെ വന്ന് സ്റ്റേണത്തിൽ വന്ന് മുട്ടിമുട്ടൽ. ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് കൂടും, മറ്റേ സൈഡിൽ കൂടി ഇതിലൂടെ വന്നിട്ട് ഈ 12 ഈ കേജിനാണ് തൊറാസിക് കേജ് പറയുന്നത്. അപ്പോൾ ഈ തൊറാസിക് വെട്ടിപ്പിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തൊറാസിക് കേജ് എന്ന് പറയുന്നത്, തൊറാസിക് റീജിയൻ ഓഫ് സ്പൈൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ തൊറാസിക് ഭാഗത്ത് വരുന്ന കർവേച്ചറാണ് നോർമൽ കോൺവെക്സിറ്റി ഓഫ് തൊറാസിക് കേജ്. നോർമൽ അല്ല, എക്സാജറേഷൻ ഓഫ് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ദ നോർമൽ കോൺവെക്സിറ്റി. കോൺവെക്സിറ്റിയിൽ ഈ സാധാരണ നോർമൽ കോൺവെക്സിറ്റി കൂടുതൽ വരുമ്പോഴാണ് ഇതിൻ്റെ പ്രതിഭാസ ഫിനോമിനയ്ക്കാണ് എന്താ പറയുന്നത്, കൈപ്പോസിസ് എന്ന് പറയുന്നത്. The causes of kyphosis. Kyphosis generally caused by malnutrition, illness, ഭക്ഷണത്തിൻ്റെ കുറവുകൊണ്ടുണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്. ഇൻസഫിഷ്യൻ്റ് എക്സസൈസ് ഉണ്ട്, ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള റിക്കറ്റ്സ്. നേരത്തെ നമ്മൾ എന്താ റിക്കറ്റ്സ്, വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പഠിച്ചിട്ടുണ്ട്. റിക്കറ്റ്സ് ഉണ്ടാകുന്നത് അല്ലേ, വൈറ്റമിൻ്റെ അഭാവം കൊണ്ടാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. ക്യാരിങ് ഹെവി ലോഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഹെവി ലോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓൺ ഷോൾഡേഴ്സ്. അൺസ്യൂട്ടബിൾ ഫർണിച്ചർ, പലതരത്തിലുള്ള ഫർണിച്ചറുള്ള എഴുത്തത്തിലേക്ക് നിങ്ങൾക്ക് ഈ കൈപ്പോസിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീക്ക് മസിൽസ് ഉള്ള ആൻഡ് ഹാബിറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഇൻ ലീനിങ് ഫോർവേഡ്, നമ്മൾ മുന്നിലോട്ട് ആദ്യം ഇരുന്നിട്ട് ചെയ്യുന്ന ഹാബിറ്റൽ വർക്കുകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ കുട്ടികളെ ഒരു സംഗതികൾക്ക് മാത്രമായിട്ട് കുട്ടികൾ വിടരുത്. എപ്പോഴും ഒരു ഹാബിറ്റ് മാത്രം, ഒരു വർക്ക് മാത്രം ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇത് ബോണിൽ തരത്തിലുള്ള അസുഖങ്ങൾ, കൈപ്പോസിസ്, ലോഡോസിസ്, സ്കോളിയോസിസ് തരത്തിലുള്ള സ്ട്രക്ചറൽ ഡിഫോർമിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യണം, ഒരു കുട്ടി ഒരു കാര്യം മാത്രം ചെയ്യാനുണ്ടാവും. കറക്റ്റ് എക്സസൈസ് അതിനൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളത്. സിറ്റിംഗ് ചെയർ ബൈ ലുക്കിംഗ് അപ്വേർഡ്, മേലോട്ട് നോക്കിയിരിക്കുക, ഇരുന്നിട്ട് ഹോൾഡിംഗ് ഹാൻഡ്സ് ഈച്ച് അതർ behind the back in such a way the shoulder may remain stretching backward. Remain in the position for some times. കൈയൊക്കെ ബാക്കിൽ കെട്ടിയിട്ട് behind the ബാക്കിൽ കൈ എന്ത് ചെയ്യുക, hold the hand each other behind the back in such a way shoulder may remain stretching backward. ബാക്കിലോട്ട് ഇങ്ങനെ ഷോൾഡർ ഇതാവും, മേലോട്ട് നോക്കി നിന്നാൽ കുറച്ചു നേരം ടൈമിങ് പൊസിഷൻ ഫോർ സം ടൈംസ്, ഒരു 2-3 മിനിറ്റ് പിടിക്കുക, അങ്ങനെ സ്ട്രെച്ച് ചെയ്യുക, പിന്നെ അടുത്ത് എക്സസൈസ് ചെയ്തെടുക്കുക. ആൾവേസ് കീപ്പ് എ പില്ലോ അണ്ടർ ദ ബാക്ക് വൈൽ സ്ലീപ്പിംഗ്. കീപ്പ് എ പില്ലോ അണ്ടർ ദ ബാക്ക് വൈൽ സ്ലീപ്പിംഗ്. കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ മലന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ലോവർ റേജിൽ അവിടെ എന്ത് ചെയ്യുക, നിങ്ങളെ തൊറാസിക്കിൻ്റെ ഏരിയ ആ ഭാഗത്ത് എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് ഒരു പില്ല് വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന രൂപത്തിലേക്ക് പില്ല് വെച്ചിട്ട് കിടക്കുക. അപ്പം എന്താവും, അതിൻ്റെ എതിരിലേക്ക് വരും. പെർഫോം ദ ധനുരാസന റെഗുലർലി. ഈ കാണുന്ന ധനുരാസന നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ധനുരാസന റെഗുലർലി, ഇത് റെഗുലർ ആസനാസ് ഒക്കെ ചെയ്യുക. നെക്സ്റ്റ് വൺ, സ്കോളിയോസിസ്. വാട്ട് ഈസ് സ്കോളിയോസിസ്? ലാറ്ററൽ കർവേച്ചർ. സ്കോളിയോസിസ് is the abnormal lateral curvature of the spine. സ്പൈനിൽ വരുന്ന ലാറ്ററൽ കർവേച്ചർ ആണ് സ്കോളിയോസിസ്. In scoliosis the spine curves to the side when viewed from the front. മുമ്പ് നോക്കുമ്പോൾ എന്താ, curve to the side when viewed from the side. Spine curves to the side, സൈഡിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുന്നത് കാണാം അല്ലേ, when viewed from the front. And each vertebra also twist, vertebra ഒക്കെ തിരിഞ്ഞിട്ടുണ്ടാവും. ഒന്ന് നെക്സ്റ്റ് ഓൺ ഇൻ എ കോർസ്ക്രൂ ഫാഷൻസ്. അതായത് ഒരു നമ്മൾ കോർക്സ്ക്രൂ പറഞ്ഞാൽ നമ്മൾ കോർക്ക് എടുക്കുന്നുണ്ടല്ലോ പിരിഞ്ഞിട്ടുള്ള അതുപോലത്തെ രൂപത്തിലായിട്ട് നമ്മളെ വെട്ടിബ്ര ആയിട്ടുണ്ടാവും. സ്കോളിയോസിസ് നിങ്ങൾ പല നടന്മാർക്കും മോഹൻലാലിന് പഴയ ഫിലിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷോൾഡർ ഒരു സൈഡിലിട്ട് ശരി, ഒരു സൈഡ് താന്നിട്ടും ഒരു സൈഡിൽ പൊന്തിയിട്ടും പഴയ ഫിലിമിൽ പിന്നെ എക്സസൈസ് ചെയ്ത് റെഡിയാക്കി എടുത്താണ്. പിന്നെ അത്തരത്തിലുള്ള ഷോൾഡർ സൈഡിലായിട്ട് ചായും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊക്കെ കണ്ണാടി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ, സ്കോളിയോസിസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. കോസസ് സ്കോളിയോസിസ് കാരണങ്ങൾ. സ്കോളിയോസിസ് ഹാപ്പൻഡ് ഡ്യൂ ടു ഡിസീസസ് ഇൻ ദ ജോയിൻറ്റ്സ് ഓഫ് ബോൺ. ജോയിൻറ്റ്സ് ഓഫ് ബോൺ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാവും. അണ്ടർ ഡെവലപ്മെൻറ്റ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ
ഡാൽപ്പൻസ് ലെഗ്സ് ഒരു ലെഗിൽ കൂടുതൽ വലിപ്പക്കുറവ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ സ്കോളിയോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സ്കോളിയോസിസ് നമ്മളെ ബാധിക്കാൻ സാധ്യത കൂടുതലുണ്ട്. സ്കോളിയോസിസ് ഇൻഫന്റ് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പാരലൈസിസ് അസുഖം, റിക്കറ്റ്സ് നേരത്തെ വൈറ്റമിൻ്റെ കുറവുകൊണ്ടുണ്ടാകും അല്ലേ. It may also be due to the carrying heavy weight is on ഷോൾഡറിൽ ഹെവി വെയിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും സാധ്യത കൂടുതലാണ്. കറക്റ്റ് എക്സസൈസുകൾ അതിലൊക്കെ കറക്റ്റ് എക്സസൈസുകൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ബെൻഡിങ് എക്സസൈസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സി ഷേപ്ഡ് കർവ്. ഈ സി ഷേപ്ഡ് കർവ് നിങ്ങൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. അതായത് ഈ ഇതിൽ തൊറാസിക്കിലുണ്ടാവും, മേൽഭാഗത്തും സി ഷേപ്പ് ഒരു കർവിന് സി ഷേപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ താഴ്ഭാഗത്തും ചിലപ്പോൾ രണ്ട് ഭാഗത്തുള്ള ആളുകളുണ്ട്. ഈ തൊറാസിക് ഏജിൽ വെർട്ടിബ്രൽ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ലുംബാറിൻ്റെ താഴത്തും രണ്ട് സി ഷേപ്പിലുണ്ടാവും, ചിലർക്ക് മേൽഭാഗത്തും ചില അടിഭാഗത്തും. ബെൻഡിങ് എക്സസൈസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സി ഷേപ്ഡ് കർവ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ബെൻഡിങ് എക്സസൈസുകൾ ചെയ്യുക, സൈഡ് ബെൻഡിങ് ചെയ്യുക. അപ്പോൾ സി ഒരു റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബെൻഡ് സി റൈറ്റ് സൈഡിലേക്ക് ചെയ്യാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക. അതാണ്. പിന്നെ ഹോൾഡ് ദ ഹൊറിസോണ്ടൽ ബാർ വിത്ത് യുവർ ഹാൻഡ് ആൻഡ് സ്വിങ് യുവർ ബോഡി ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. ഹൊറിസോണ്ടൽ ബാർ നിങ്ങൾ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ തിരി. ഇത് കണ്ടില്ലേ, വലത്തോട്ടും ഈ പൊസിഷനിൽ ഇപ്പോൾ ഈ ലേഡി സ്വിങ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ വടി മുന്നിൽ ഷോൾഡറിൻ്റെ ബാക്കിൽ വെച്ചിട്ടോ പഞ്ചിൽ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. To swim by using breaststroke techniques. നീന്തുകയാണെങ്കിൽ ബ്രസ്റ്റ് സ്ട്രോക്കർ ടെക്നിക്ക് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതെന്ത് ചെയ്യുക, യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ അത് കുറേ ടെക്നിക്ക് ഉണ്ട്. സ്വിമ്മിങ് ടെക്നിക്ക്, ഫ്രീ സ്റ്റൈല്, ബ്രസ്റ്റ് സ്ട്രോക്ക്, പിന്നെ ബട്ടർഫ്ലൈ, ബാക്ക് സ്ട്രോക്ക്, അങ്ങനെ കുറേ സ്റ്റൈലിൽ നീന്തൽ കോമ്പറ്റീഷനൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിലൊരു ബ്രസ്റ്റ് സ്ട്രോക്ക് പറഞ്ഞ ടെക്നിക്കിൽ നീന്തി കഴിഞ്ഞാൽ, ആ ടെക്നിക്ക് നീന്തി കഴിഞ്ഞാൽ ഈ സ്കോളിയോസിസിന് നല്ലതാണ്. ലോഡോസിസ് is exaggeration or increase in the amount of normal concavity of the lumbar region of spine അല്ലേ. ലോഡോസിസ് എക്സാജറേഷൻ ഓഫ് ഇൻക്രീസ് ആണ് കൂടുതലായിട്ട് വരിക. എക്സാജറേറ്റ് ഇൻ ദ എമൗണ്ട് ഓഫ് നോർമൽ കോൺകേവിറ്റി. അത് ഇതിൽ ലോഡോസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ എക്സാജറേഷൻ, ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് നോർമൽ കോൺകേവിറ്റി. ഇത് ഈ സാധാരണ ഇങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ, സ്ലൈറ്റ് ഉണ്ടാണോ, സ്ലൈറ്റ് ആയിട്ടുള്ള കോൺകേവിറ്റി ആണോ. ഇവിടെ ഉണ്ടായിരിക്കുന്ന എക്സാജറേഷൻ ആണോ, ഇൻക്രീസ് ഇൻ ദ നോർമൽ എമൗണ്ട്, ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഇൻ നോർമൽ കോൺകേവിറ്റി ഓഫ് ലുംബാർ റീജിയൺ. ഈ ലുംബാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ തൊറാസിക് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 ബോണ്ട് ഇവിടെ വെർട്ടിബ്രൽ. ഈ 5 ബോണ്ടാണ് L1, L2, L3, L4, L5. ഈ എല്ലാ ഊരവേദന ഉണ്ടാകുന്നത്, എല്ലാ ബാക്ക് പെയിനും ഉണ്ടാകുന്നത് ഈ ലുംബാർ റീജിയനാണ്. കാരണം ഒരു സപ്പോർട്ട് ഇല്ലാത്ത, ആകെ ഈ സൈഡിൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നല്ല ഈ തൊറാസിക് ഏജിൻ്റെ ഇവിടെ സപ്പോർട്ടുണ്ട്. കാരണം ഏറ്റവും ബെൻഡിങ് ഇതൊക്കെ വരുന്നത് ഈ ഭാഗങ്ങളാണ്, ഈ ലുംബാർ റീജിയൻ. ഈ ലുംബാർ റീജിയനിലാണ് എല്ലാവിധ ബാക്ക് പെയിനും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലുംബാർ റീജിയനിൽ വരുന്ന ഇതിൽ എന്തുണ്ട്, ഈ എക്സസീവ് അല്ലെ കോൺകേവിറ്റിയാണ് ഈ ലുംബാർ റീജിയനിൽ ഉണ്ടാകുന്നതാണ് ലോഡോസിസ് എന്ന് പറയുന്നത് അല്ലേ. കോസസ് ടൈറ്റ് ലോ ബാക്ക് മസിൽ. എന്താ ഈ ലോ ബാക്ക് മസിൽ ടൈറ്റ് ആവും, നമ്മൾ ബാക്ക് മസിൽ ടൈറ്റ് ആവും. കാരണം എന്താണ്, അത് ടൈറ്റായിട്ട് എന്താ സ്ട്രിങ് ചെയ്യും, അതായത് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കും അല്ലേ. കാരണങ്ങൾ എക്സസീവ് വിസറൽ ഫാറ്റ്.
ഫാറ്റ്, അതായത് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അഡ്പോസ് ടിഷ്യൂ അടിഞ്ഞു കൂടുമ്പോൾ, ഒബേസിറ്റി വരുമ്പോൾ, നമ്മുടെ വയറിൽ ഫാറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഭാരം മുന്നോട്ട് വരും. ഈ മുന്നോട്ട് വരുമ്പോൾ എന്താ, നമ്മുടെ ബാക്കിന് ഈ വെർട്ടിബ്രലിനെ എന്ത് ചെയ്യും, പിടിച്ച് മുന്നോട്ട് വലിക്കും. അപ്പോൾ ഉള്ളിലേക്ക് ബാക്ക് കർവേച്ചർ വരാൻ സാധ്യതയുണ്ട്. പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ അതേ അവസ്ഥ, കുട്ടി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, മുന്നിലോട്ട് വെയിറ്റ് കൂടുമ്പോൾ ബാക്ക് മസിലിനെ ഉള്ളിലോട്ട് പിടിച്ചു വലിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. കണ്ടിന്യൂസ് സിറ്റിങ്സ്, അത് ഇങ്ങനത്തെ ഈ എക്സസീവ് എമൗണ്ട് ഉള്ള ആൾ, ഈ ഫാറ്റ് ഒക്കെ ഉള്ള ആൾക്കാർ സിറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് സിറ്റ് ചെയ്യുന്നിടത്ത് ഇതിന് മുന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ബാക്കിന് ആ ലുംബാർ റീജിയന് മൊത്തം മുന്നോട്ട് വലിക്കുന്ന ഒരു എഫക്റ്റ് വരും. കറക്റ്റ് എക്സസൈസ്. ഫ്രം ദ സ്റ്റാൻഡിംഗ് പൊസിഷൻ ബെൻഡ് ഫോർവേഡ് ഫ്രം ഹിപ്പ് ലെവൽ ആൻഡ് ഡു ടച്ചിങ്, അതായത് എന്നിട്ട് എന്ത് ചെയ്യുക, നിലത്ത് തൊടുന്ന ഒരു എക്സസൈസുകളൊക്കെ ചെയ്യുക. Lay down on back and raise your head and legs simultaneously for 10 times അല്ലേ. ഇതുപോലെ ചെയ്യുക, കൈ മേലോട്ട് പിടിച്ചും ചെയ്യുക, ഇതുപോലെ ചെയ്യുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചെയ്യുക കേട്ടോ. പെർഫോം സിറ്റപ്പ് ചെയ്യുക റെഗുലർലി, അതായത് അബ്ഡോമിന് കൈ തലേൻ്റെ മേലെ വെച്ചിട്ട് കാല് നീട്ടിയിട്ട് മടക്കിയിട്ട് സിറ്റപ്പ് ചെയ്യുക, അബ്ഡോമിൻ സ്ട്രെങ്തൻ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വൺ ഫാറ്റ് ഫുട്ടാണ്. Flat foot or fallen arch. The flat foot or fallen arch is a condition where the longitudinal arch or instep of the foot collapses and comes in a contact with the ground. In other words, we can say if the arch is resting on the supporting surface, the foot is classified as a flat foot. ഇപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് ഈസ് എ കണ്ടീഷൻ, അതായത് ലോങ്ങിറ്റ്യൂഡിനൽ ആർച്ച്, അതായത് ഇൻസ്റ്റെപ്പിൽ നമ്മുടെ കാലിൻ്റെ ഫീറ്റിൻ്റെ അല്ലേ, കാലിൻ്റെ ഇൻസ്റ്റെപ്പിൽ ഒരു ആർച്ച് കാണും. അത് നിങ്ങളൊരു റോഡിലോട്ട് കൊഴിഞ്ഞിരിക്കുന്ന ഒരു ആർച്ചാണ് ലോങ്ങിറ്റ്യൂഡ് ആർച്ചസ്. ഇൻസ്റ്റെപ്പ് ഓഫ് ദ ഫുട്ട് കൊളാപ്സ്, അത് ഇല്ലാത്തൊരവസ്ഥ, കൊളാപ്സ് ആവുന്നൊരവസ്ഥ. ആൻഡ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഗ്രൗണ്ട്, ആ ഭാഗം ഗ്രൗണ്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷനാണ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത്. അല്ലെ ഫാളൻ ആർച്ച് എന്ന് പറയും ആ കണ്ടീഷൻ. നമ്മൾ ആർമിയിൽ അതുപോലെ തന്നെ മറ്റുള്ള ജോലികളിലൊക്കെ ഫാളൻ ഫുട്ട് ഉണ്ടെങ്കിലും ആർച്ച് ഉണ്ടെങ്കിലും ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടെങ്കിലും എടുക്കില്ല. ഈ ആർമിയിലൊന്നും ഫസ്റ്റ് നിങ്ങളെ ഷൂ അയച്ചിട്ട് ഒരു ഇതിലേക്ക് ചവിട്ടിയിട്ട് എന്ത് ചെയ്യും, വെള്ളത്തിൽ ചവിട്ടിയിട്ട് നടക്കാൻ പറയും. നിങ്ങൾ നടക്കുകയാണെങ്കിൽ ബീച്ചിലൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇങ്ങനെ നോക്കിയാൽ നടക്കുമ്പോൾ ഫ്ലാറ്റ് ഫുട്ടാണ്, നിങ്ങളുടെ കാല് മൊത്തം കാണും. അല്ലെങ്കിൽ ആർച്ച് മാത്രമായിട്ട് കാണാൻ പറ്റും. നിങ്ങളെ നല്ലൊരു വടിവത്ത രൂപത്തിൽ കാലാണ്, അല്ല ഫ്ലാറ്റ് ഫുട്ടാണെങ്കിൽ പരന്നത്തെ കാണാൻ പറ്റും. ആ രൂപത്തിൽ കാണും. പിന്നെ അതിൽ എല്ലാ ഇതിലും ഫ്ലാറ്റ് ഫുട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ സാധ്യത പലരും ഫിസിക്കൽ എക്സസൈസുകളുള്ള കപ്പാസിറ്റിയുള്ള ജോലികൾക്കൊക്കെ ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടെങ്കിൽ ദോഷകരമാണ്. കറക്റ്റ് എക്സസൈസ് വാക്കിംഗ് ഓൺ ഹീലിൽ നടക്കുക, ബാക്കിൽ ഉപ്പൂറ്റി ഉണ്ടല്ലോ, ഉപ്പൂറ്റി കുത്തി നടക്കുക. വാക്കിംഗ് ഓൺ ഇന്നർ ആൻഡ് ഔട്ടർ സൈഡ് ഓഫ് ദ ഫീറ്റ്, ഇന്നറിലും വേറെ ഔട്ടറിലും രണ്ട് സൈഡിലും വെച്ച് നടക്കുക. വാക്കിംഗ് ഓൺ ടോസ്, ഈ ടോസിൽ ഈ കാണുന്ന മുൻഭാഗമാണ്, ഇതാണ് ടോ, ഇത് ഹീല്, ഇത് ഔട്ടർ, ഉള്ളിൽ അപ്പുറത്ത് കാണുന്നത് ഇന്നർ. ഇങ്ങനെ ഈ വാക്കിംഗ് ഓൺ ടോസിൽ നടക്കുക. പെർഫോം അപ്പ് ആൻഡ് ഡൗൺ ദ ഹീൽസ്, അപ്പ് ഓൺ ദ ഹീൽസിൽ പെർഫോം ചെയ്യുക, അപ്പ് ഡൗൺ ചെയ്യുക. ജമ്പിങ് ഓൺ ടോസ് ഫോർ സം ടൈംസ്, ഈ ടോസിൽ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യുക, ഇത് കാണുന്ന ജമ്പ് ചെയ്യുക. ഹീൽസിലും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഹീൽസിന് സ്പെല്ലിങ് എത്തിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ. സ്കിപ്പ് ഓൺ റോപ്പ്, സ്കിപ്പ് ചെയ്യുക, സ്കിപ്പിങ് ചെയ്താൽ മതി. സ്കിപ്പിംഗ് റോപ്പ് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ അത് ടോലാണ് ചെയ്യുക സാധാരണ. നെക്സ്റ്റ് വൺ നോക്ക് നീ. Both knees knock or touch each other in normal standing position. നോർമൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുമ്പോൾ അവസ്ഥയിൽ ഇതൊക്കെ എക്സസീവ് നോക്കിംഗ് ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നോക്കിംഗ് ചെക്ക് ചെയ്യാം. നിങ്ങൾ കാല് നിങ്ങൾ രണ്ട് കാലും എന്ത് ചെയ്യുക, ഈ രണ്ട് കാലും അടുപ്പിച്ച് വെച്ചിട്ട് നിങ്ങളെ മുട്ട് നീ മുട്ടുന്നുണ്ടാന്ന് നോക്കിയാൽ മതി. മുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിംഗ് ഉണ്ടെന്നാണ് അർത്ഥം.
Both knees knock or touch each other in normal standing position. That is, that condition is also valid. Okay. The gap between angles goes on increase. ആംഗിളിൻ്റെ എന്ത് ചെയ്യും, കൂടുതലാവുന്നതനുസരിച്ച് ആംഗിളിൽ കുട്ടികളെക്കാളും കൂടുതലുണ്ട് ഇവിടെ. ആംഗിളിൻ്റെ കൂടുന്നതനുസരിച്ച് എന്താവും, ആംഗിൾ കൂടും. ആംഗിളിലെ ഗ്യാപ്പ് കൂടുന്നത്. ഇൻഡിവിജ്വൽ ഫേസ് ഡിഫിക്കൽറ്റി ഇൻ വാക്കിംഗ് ആൻഡ് റണ്ണിങ്. ഓടാനും നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കോസസ് കാരണങ്ങൾ ജനറലി ദ ലാക്ക് ഓഫ് ബാലൻസ്, ഡയറ്റിൻ്റെ പ്രശ്നം കൊണ്ട് എന്താവും, എസ്പെഷ്യലി വൈറ്റമിൻ ഡിൻ്റെ കുറവ് കൊണ്ടൊക്കെ ഉണ്ടാവും, നമുക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. കറക്റ്റ് എക്സസൈസ്, ഹോഴ്സ് റൈഡിങ്, പെർഫോം പത്മാസനം ചെയ്യുക, കീപ് പില്ലോസ് ബിറ്റ്വീൻ ദ ലെഗ്, എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പിന്നെ വണ്ടടിയിൽ വെക്കുക. ബോലഗ്, അതിൻ്റെ നോക്കലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് ബോലഗ്. ഇതൊക്കെ വെയിറ്റ്, ഫുഡിൻ്റെ പ്രശ്നം കൊണ്ട്, ലാക്ക് ഓഫ് ഫുഡിൻ്റെ ഇതിൻ്റെ വൈറ്റമിൻ്റെ പ്രശ്നം കൊണ്ട്, മാൽ ന്യൂട്രീഷൻ പ്രശ്നം കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് ചെറുപ്പത്തിലാണ് ബോലക്സ്. ഇത് ഈ അവസ്ഥയാണ് ബോലഗ്. ഉള്ളിലോട്ട് ഉണ്ടല്ലോ ഈ റാ വരെ രൂപത്തിൽ ധരിക്കുന്ന അവസ്ഥയാണ് ബോലഗ്. അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ നോക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ്. കോസസ് കാരണങ്ങൾ ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം ഫോസ്ഫറസ് ഇൻ ബോൺസിലെ കാൽസ്യം ഫോസ്ഫറസിൻ്റെ കുറവുണ്ടാകുന്നതാണ്. ബോണപ്പം വെയിറ്റ് കൂടുമ്പോൾ ബോൺ ഉള്ളിലായിട്ട് വളരെ ടെൻഡൻസി കൂടും. ലോങ് ബോൺസ് ഓഫ് ലെഗ് ബിക്കം സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത്, കാൽസ്യത്തിൻ്റെ ഫോസ്ഫറസ് കുറവുകൊണ്ട് ലോങ് ബോൺസ് ഉണ്ടാവും, സോഫ്റ്റ് ആവും. ഹെൻസ് ദേ ആർ ബെൻഡ് ഔട്ട്വേർഡ്. പുറത്തോട്ട് എന്ത് ചെയ്യും, പുറത്തോട്ട് അടിഭാഗം ഉള്ളിലും ആറാ പോലെ ആവും, കാലം കുറവാകും. ഓവർ വെയിറ്റ് അമൗണ്ട് ചിൽഡ്രൻ, കുട്ടികൾ ഓവർ വെയിറ്റ് ഉണ്ടാകുമ്പോൾ കാലുകളിൽ വീഴുമ്പോൾ എന്താ ഈ പോലെ വരുന്ന സാധ്യത കൂടുതലുള്ള. പ്രിക്കോഷൻസ്, ഡോണ്ട് ഫോഴ്സ് ദ ബേബീസ് ടു വാക്ക് അറ്റ് വെരി ഏർലി ഏജിൽ നടക്കാൻ അവരെ അനുവദിക്കരുത്, ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ലെറ്റ് ചിൽഡ്രൻ ബിക്കം ഓവർ വെയിറ്റ്, കുട്ടികൾ ഓവർ വെയിറ്റ് ആക്കരുത്. ബാലൻസ്ഡ് ഡയറ്റ് ഷുഡ് ബി ഗിവൺ ടു, കുട്ടികൾക്ക് ബാലൻസ് ഡയറ്റ് കൊടുക്കണം. വാക്കിംഗ് ഓൺ ദ ഇന്നർ എഡ്ജ് ഓഫ് ദ ഫീറ്റ്, ഇതിൻ്റെ ഉള്ളിലെ ഫീറ്റ് ഇന്നർ എഡ്ജ് വെച്ച് നടക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ദ റൗണ്ട് ഷോൾഡർ, നേരെ സ്കോളിയോസിസിനൊക്കെ ചിലർ വേറെ രൂപമാണ്, സ്കോളിയോസിസ്, ലോഡോസിസ്, ലിപ്പോസിസ് വേറെ രൂപമാണ്. ഷോൾഡർ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് വരുന്നൊരവസ്ഥ ഷോൾഡർ ബിക്കം റൗണ്ട് ആൻഡ് സംടൈംസ് ദേ സീംസ് ടു ബി ബെൻഡ് ഫോർവേഡ്. ഉള്ളിലേക്ക് വന്നിട്ട് ഫോർവേഡിൽ ബെൻഡ് വരുന്നൊരവസ്ഥയുണ്ട്. റൗണ്ട് ഷോൾഡർ ആർ യൂഷ്വലി ദ റിസൾട്ട് ഓഫ് സ്ലൗച്ചിങ്. വെറുതെ ഇങ്ങനെ മടിയേറ്റിരിക്കുന്നുണ്ടല്ലോ, ഉള്ളിലോട്ട് മടിച്ചിരിക്കുക. ആളുകൾ ഒരു പ്രത്യേക എടുത്ത് നടത്താറുണ്ട്. ആ മടുത്ത് കൊണ്ടുണ്ടാകുന്നതാണ്, മടി കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് റൗണ്ട് ഷോൾഡർ എന്ന് പറയുന്നത്. കോസസ് ഹെറിഡിറ്ററി, ചിലപ്പോൾ ജന്മനാല് ഹെറിഡിറ്ററി കിട്ടും ചില ആൾക്ക് റൗണ്ട് ഷോൾഡർ. സിറ്റിംഗ്, സ്റ്റാൻഡിങ് ആൻഡ് വാക്കിംഗ് ബെൻഡ് പൊസിഷനിൽ എന്ത് ചെയ്യുക, സിറ്റിങ്, സ്റ്റാൻഡിങ്, വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ രൂപത്തിൽ മടിയായിട്ടില്ല, സ്ലോട്ടിങ് ഇത് പറഞ്ഞില്ല, ആ പൊസിഷനിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധ്യത കൂടുതൽ. ബൈ വിയറിങ് വെരി ടൈറ്റ് ക്ലോത്ത്സ്, വളരെ ടൈറ്റായിട്ട്, അതായത് ചെസ്റ്റ് ശരിയാതെ ടൈറ്റായിട്ട് ഉള്ളിലോട്ട് ടൈറ്റായിട്ട് നിൽക്കുന്ന ക്ലോത്ത്സ് ഇടാൻ വെക്കുക. ലാക്ക് ഓഫ് പ്രോപ്പർ എക്സസൈസ് ഫോർ ഷോൾഡർ, പ്രോപ്പർ എക്സസൈസും ഉണ്ടാവും. പ്രിക്കോഷന്, ഡോണ്ട് സിറ്റ്, സ്റ്റാൻഡ് ഓർ വാക്കിംഗ് ബെൻഡ് പൊസിഷനിൽ ഇരിക്കാനും നടക്കാനൊന്നും പാടില്ല. പ്രോപ്പർ എക്സസൈസ് ഫോർ ഷോൾഡറിനുള്ള പ്രോപ്പർ എക്സസൈസ് ചെയ്യുക. കറക്റ്റ് എക്സസൈസുകൾ, കീപ് ടിപ്സ് ഓഫ് ഫിംഗർ ഓൺ ദ ഷോൾഡർ ആൻഡ് എൻസർക്കിൾ ദ എൽബോ ഇൻ എ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഈ പൊസിഷനിൽ ഇതൊക്കെ ഇപ്പോൾ ടച്ച് ചെയ്യുക, ഇത് ആംഗിൾ അല്ലേ, ടിപ്സ് വെച്ചിട്ട് എന്നിട്ട് ക്ലോക്ക് വൈസിൽ തിരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുക. ഓക്കെ. പെർഫോം ചക്രാസന ചെയ്യുക. ഓക്കെ. Let us stop this session. Okay, thank you.